ഷലോം സഹോദരങ്ങളെ, ഷബ്ബാത്ത് ഷലോം. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്ന വിഷയം എന്നത് ആത്മാവിന് പ്രാധാന്യം എന്നിരിക്കെ ശരീരത്തെ പീഡിപ്പിക്കാമോ എന്നുള്ള ഒരു വിഷയത്തെ ചൊല്ലിയാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് അല്ലേ, ശരീരത്തേക്കാൾ പ്രാധാന്യം ആത്മാവിനാണ്. ശരീരത്തിന് ഫുഡ് കൊടുക്കുന്ന പോലെ ആത്മാവിനും ഫുഡ് കൊടുക്കണം എന്നൊക്കെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട് അല്ലേ. പക്ഷേ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്, അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ശരീരത്തിന് പ്രാധാന്യമില്ലേ എന്ന ക്വസ്റ്റ്യൻ മനസ്സിൽ വരുന്നവരും ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു ടോക്ക് തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം. അതായത് ആത്മാവിനെ സൂക്ഷിക്കാനുള്ള ഒരു കവചം മാത്രമാണ് ശരീരം എന്ന് ഞാൻ പറയാറുണ്ട് അല്ലേ. അതായത് മരണശേഷം ശരീരം കൊണ്ട് പ്രയോജനമില്ല. ഒരു വജ്രമോ സ്വർണമോ നമ്മൾ എടുത്ത് വെക്കുന്ന ഒരു ചെപ്പ് അല്ലേ, അല്ലെങ്കിൽ മുട്ടയ്ക്കുള്ളിലെ ഒരു കണ്ടൻറ്റ് മാറ്റിക്കഴിഞ്ഞാലുള്ള ആ മുട്ടത്തോട്, അപ്പോൾ ഇതിനോടൊക്കെയാണ് നമ്മൾ ശരീരത്തിനെ ഉപമിക്കുന്നത്. അതുപോലെയാണ് ശരീരം. അതായത് മുട്ടയ്ക്കുള്ളിലെ ഈ ഉണ്ണിയും വെള്ളയൊക്കെ മാറ്റുന്നത് വരെ മാത്രമേ ആ മുട്ടത്തോടിന് വാല്യൂ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുട്ടത്തോട് കളയും അല്ലേ. അത് ആ ഉണ്ണിയും വെള്ളയും അതിൻ്റെ ഉള്ളിൽ ആയിരിക്കുന്ന ആ സമയത്ത് മാത്രമേ ആ മുട്ടത്തോടിന് ആയുസ്സുള്ളൂ. ഇതൊക്കെ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുള്ള കാര്യമാണ്. പക്ഷെ ഇത് തെറ്റിദ്ധരിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ പാടില്ല. അതായത് ഒരു ആത്മാവ് ഇരിക്കുന്ന അവസ്ഥയിൽ ആ ശരീരത്തിന് വിലയുണ്ട്. മനസ്സിലായോ? ഒരു വജ്രം അത് ആരെങ്കിലും ഒരു 50 പൈസ കവറിലോ അല്ലെങ്കിൽ ഒരു ചാക്കിലോ സൂക്ഷിക്കോ? ഇല്ലല്ലോ. ആ വജ്രത്തിൻ്റെ മൂല്യമനുസരിച്ച് ചെപ്പിൻ്റെ വാല്യൂവും കൂടും അല്ലേ. അതായത് ഒരു നല്ല വിലപിടിപ്പുള്ള ഒരു വജ്രമാണ്, അല്ലെങ്കിൽ അത് കോടികൾ വിലമതിക്കുന്ന വജ്രമൊക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ള ഒരു നല്ല ചെപ്പ് അല്ലേ, സൂപ്പർ ചെപ്പായിരിക്കും നമ്മൾ അതനുസരിച്ച് തിരഞ്ഞെടുക്കുക അല്ലേ. എന്നാൽ ആ വജ്രം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ചെപ്പ് കൊണ്ട് നമുക്ക് ആവശ്യമില്ല. അപ്പം അതുപോലെ തന്നെയാണ് ആത്മാവിൻ്റെ വാല്യൂ അനുസരിച്ച് ശരീരത്തിനും വാല്യൂ അഥവാ മൂല്യം ഉണ്ട് സഹോദരരെ. മനസ്സിലായോ? അതായത് ഒരു ദൈവാത്മാവ് വസിക്കുന്ന ശരീരം എത്രയോ വിലപ്പെട്ടതായിരിക്കും. ആ ശരീരത്തിൻ്റെ, അതായത് ആ ആത്മാവിൻ്റെ മൂല്യം അനുസരിച്ച് ആ ശരീരത്തെ കാത്തു സൂക്ഷിച്ച് കൊണ്ട് നടക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആത്മാവിനാണ് വാല്യൂ എന്ന് പറയുമ്പോൾ അപ്പോൾ ശരീരത്തിന് വാല്യൂ ഇല്ല എന്ന് തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഞാൻ നിങ്ങളോട് പറയും, ശരീരത്തിന് ഫുഡ് കൊടുക്കുന്ന പോലെ ആത്മാവിനും ഫുഡ് കൊടുക്കണം. അത് ശരി തന്നെയാണ്. പക്ഷേ ഈ ശരീരത്തിന് അധ്വാനിക്കുന്ന പോലെ തന്നെ ആത്മാവിനും അധ്വാനിക്കാം. അതൊക്കെ ശരി. പക്ഷെ ശരീരത്തിനപ്പോൾ വാല്യൂ ഇല്ല എന്ന് നിങ്ങൾ കണക്കാക്കരുത്. ശരീരത്തിനും ഈ ആത്മാവ് ഇരിക്കുന്നിടത്തോളം കാലം നല്ല വാല്യൂ ഉണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ശരീരം നോക്കണ്ട, ആത്മാവ് നോക്കിയാൽ മതി എന്ന് തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മാറ്റിക്കോ. എപ്പോഴും നമുക്ക് ആത്മാവിന് വേണ്ടി ദാഹിക്കാം അല്ലേ. ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ എന്നാണല്ലോ. എന്നാൽ ശരീരത്തെ നോക്കാതെ, അല്ലെങ്കിൽ വേണമെങ്കിൽ ശരീരത്തെ പീഡിപ്പിച്ച് തന്നെ ആത്മാവിന് വേണ്ടി അസറ്റ് സമ്പാദിക്കാം എന്ന ചിന്ത പാപമാണ് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. കാരണം നമ്മൾ ക്രിസ്ത്യാനികളിൽ കുറേ പേര് അങ്ങനെ ചിന്തിക്കുന്നവരാണ്. ശരീരത്തിന് ഒരു വാല്യൂവും ഇല്ല, അപ്പം അതുകൊണ്ട് ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തെ വേണമെങ്കിൽ സന്തോഷിപ്പിക്കാം എന്ന ചിന്ത ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട്. സഭ അങ്ങനെ പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ആത്മീയത അന്വേഷിക്കുന്ന ഒരാൾക്ക് ദൈവത്തെ കണ്ടെത്താൻ ആകില്ല. ആ ആത്മീയത ഓട്ടോമാറ്റിക്കലി ഒരു അഭിനയമായിട്ട് തീരും. അഭിനയം മാത്രമാണ്. ഉദാഹരണമായിട്ട് പെന്തക്കോസ്ത പോലുള്ള സഭകളൊക്കെ സ്വർണ്ണം ഉപയോഗിക്കാറില്ല അല്ലേ. അപ്പോൾ ആഭരണങ്ങൾ ഉപയോഗിക്കില്ല. പക്ഷെ അവരൊക്കെ ഇടുന്ന വാച്ചും അതുപോലുള്ള ഡ്രസ്സൊക്കെ ലക്ഷങ്ങൾ ചിലപ്പോൾ വില വരുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കാം. അതുപോലെ ലിപ്സ്റ്റിക് ഇടാൻ പാടില്ല, ഒരു ജീൻസോ അല്ലെങ്കിൽ മാന്യമായൊരു വസ്ത്രം ധരിക്കാൻ പാടില്ല, എന്തിന് സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനോ ഒക്കെ അനുവദിക്കാത്ത കുറേ സഭകളുണ്ട്, പാസ്റ്റർമാരുണ്ട്. എന്നിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്ന
അഭിനയമായിട്ട് മാറുന്ന ഒരു സംഗതിയായി ആത്മീയത ഇന്ന് ലോകത്ത്. അത് നിങ്ങൾ ഒന്ന് ഓർക്കണം, അത് ദൈവത്തിന് ഇഷ്ടമല്ല. കാരണം എന്താണ്? നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ എത്ര അറിയാതെ അഭിനയിച്ചാലും നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നത് ദൈവമാണ്, മനുഷ്യരല്ല. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾക്ക് ആത്മീയത പല വിധത്തിൽ കാണിക്കാൻ സാധിക്കും. ദിവസവും പള്ളി പോകാൻ സാധിക്കും, തലയിൽ സാരി തലപ്പൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ നെറ്റൊക്കെ ഇട്ടിട്ട് പള്ളിയിൽ പോകുന്ന ഒരു പാവം കുട്ടി, നല്ല മാന്യമായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച്, എന്നിട്ട് പറയുക ലിപ്സ്റ്റിക്കോ വേറെ ഇത് കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ, മുടിയൊന്നും മുറിക്കാതെ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് അഭിനയം വേണമെങ്കിലും കാണിക്കാൻ പറ്റാം. ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ അങ്ങോട്ട് തിരിച്ചൊന്നും പറയാതെ എല്ലാം ക്ഷമിച്ച്, അല്ലേ? അവരുടെയൊക്കെ വീടുകളിൽ ചെന്ന് കണ്ടാൽ അറിയാം യഥാർത്ഥ സ്വഭാവം. അതൊക്കെ ആത്മീയ അഭിനയമാണ്. മനസ്സിലായോ? നമ്മൾ ദൈവത്തെ പറ്റിക്കാൻ നമുക്കാവില്ല. നമ്മൾ എന്തായിരിക്കുന്നോ അത് നമ്മൾ പ്രതിഫലിക്കാനുള്ള ധൈര്യം നമുക്ക് ഈ സമൂഹത്തിൽ വേണം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്ന ദൈവം ശരീരത്തെ പറ്റി പറയുന്നതെന്ന് നമുക്ക് ബൈബിളിൽ നോക്കാം. അതായത് 1 Corinthians 3:16 അവിടെ പറയുകയാണ്, പുതിയ നിയമത്തിൽ കേട്ടോ, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? മനസ്സിലായോ? എന്നിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. കേട്ടോ? അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ ആലയം എന്നത് നമ്മുടെ ശരീരമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് ബൈബിളിൽ പലയിടത്തും പറയുന്നുണ്ട്, ഇവിടെ മാത്രമല്ല. ദൈവം ഇരിക്കുന്ന ദൈവത്തിൻ്റെ ആലയം ഇനി നമ്മുടെ ശരീരമാണ്. ഇപ്പം 3ാമതൊരു യെരുശലേം ദേവാലയം പണിയുന്ന യൂട്യൂബിലായാലും എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഈ പണി തുടങ്ങിക്കഴിഞ്ഞു, യഹൂദന്മാർ അത് ആലോചിച്ചു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾക്ക് കേൾക്കാം. പാസ്റ്റർമാരെ പഠിപ്പിക്കലും അങ്ങനെയാണ്. പക്ഷേ ഇനി 3ാമതൊരു യെരുശലേം ദേവാലയം പണിയില്ല. നമ്മുടെ ശരീരമാകുന്നു ദേവാലയം. ദൈവാത്മാവ് വസിക്കുന്ന ഇടം നമ്മുടെ ശരീരമാകുന്നു, അതാണ് ദേവാലയം. അപ്പോൾ ഈ സാത്താൻ അതുകൊണ്ടല്ലേ നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെ തകർക്കാനാണ് ഈ അന്ത്യകാലത്ത് അവൻ ഓരോ ട്രിക്കും പ്ലാനും കൊണ്ടുവന്ന് പരിശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലേ ബൈബിളിലെ പലയിടത്തുണ്ടെന്ന്. നിങ്ങൾ 1 Corinthians 6-ാം 19-20 വാക്യങ്ങൾ വായിച്ചു നോക്കി, കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കുന്നതിനാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. മനസ്സിലായോ? അവിടെ കൃത്യമായിട്ട് പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം എന്നത്. ഓക്കെ, അപ്പോൾ അതായത് ശരീരം ദൈവത്തിന് എന്തിനുള്ളതാണ്? ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനുള്ളതാണ് ശരീരം. അവിടുത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ് നമ്മുടെ ശരീരം. ആ ശരീരം ദൈവത്തിന് കൊടുക്കണം നമ്മൾ. അതാണ് ഇവിടെ കറക്റ്റായിട്ട് പറയുന്നത്, ദൈവത്തിന് വേണ്ടിയിട്ട്, അല്ലേ? പഴയ നിയമത്തിൽ ദേവാലയം എന്നുദ്ദേശിക്കുന്നത് ദൈവം വസിക്കുന്ന ഇടം എന്നാണ്. അതായത് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി നിൽക്കുന്ന സ്ഥലം. അത്യുന്നതനും പരിശുദ്ധനുമായ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ദേവാലയം വിശുദ്ധി നിറഞ്ഞതാണ്. ദൈവം വസിക്കുന്ന ഇടമായതുകൊണ്ട് ദേവാലയം സകല ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, അല്ലേ? തിരുവചനം അങ്ങനെയാണ് പറയണേ, അല്ലേ? എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദേവാലയം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവം വസിക്കുന്ന ഇടം ആയ നമ്മുടെ ശരീരമാണ്. അപ്പോൾ ദേവാലയത്തിന് നാം കൊടുക്കുന്ന അതേ പ്രസക്തി നമ്മുടെ ദൈവത്തിൻ്റെ ആലയമായ ദൈവം വസിക്കുന്ന നമ്മുടെ ശരീരത്തിനും കൊടുക്കണമെന്ന് ചുരുക്കം. എന്നാൽ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ട ശരീരം മദ്യപാനം, മയക്കുമരുന്ന്, വ്യഭിചാരം എന്നുള്ള അവസ്ഥകളിൽ, അല്ലേ? ഇതൊന്നുമല്ലെങ്കിലും കുറെ പീഡനങ്ങൾ ശരീരത്തിന് പട്ടിണി കിടക്കുക, ടെൻഷൻ അടുപ്പിക്കുക, ആത്മഹത്യ ചെയ്യാൻ പോവുക, വൃത്തിയില്ലാതെ കുളിക്കാതെ നടക്കുക, മാന്യമായ ഡ്രസ്സ് ധരിക്കാതെ ഒക്കെ കൊണ്ട് നടന്നാലോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, പലതരം അവിശുദ്ധികൾക്ക് നമ്മുടെ ശരീരത്തെ അടിമയാക്കിക്കൊണ്ട് നടന്നാലോ? അതൊരു വലിയ പാപമാണ് സഹോദരരെ. അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന വിഷയം.
നമ്മുടെ ശരീരം എന്നത് ആത്മാവിനെ പോലെ തന്നെ നമ്മൾ കാത്തു സൂക്ഷിച്ചു കൊണ്ട് നടക്കേണ്ട ഒരു കവചം കൂടിയാണ്. ആത്മാവ് ഉള്ളിടത്തോളം കാലം നമ്മുടെ ഈ ഭൂമിയിലുള്ള മരണം വരെ നമ്മുടെ ശരീരവും നമ്മൾ ശാരീരികമായ വൃത്തിയിലായാലും അല്ലെങ്കിലും നമ്മൾ അത് കൊണ്ട് നടക്കണം. അപ്പോൾ പിന്നെ അടുത്ത ഒരു വേർഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിനെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കണ്ട വാക്സിനുകൾക്കും മറ്റും കുത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട്, മരുന്നിൻ്റെ പരീക്ഷണങ്ങൾക്കും മറ്റും വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ പാടില്ല. അതും തെറ്റ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, സാത്താൻ നമ്മുടെ ശരീരത്തെ, ദൈവത്തിൻ്റെ ആലയമായ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ നോക്കുകയാണെന്നല്ലേ. അപ്പോൾ എന്താ പറയുക, ഓരോരോ പുതിയ വഴികൾ സാത്താൻ കണ്ടെത്തി അറിയാതെ തന്നെ അവൻ നമ്മുടെ ശരീരം കീഴടക്കാൻ, നമ്മളെ ഒരു യന്ത്രമാക്കി മാറ്റാൻ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ മാത്രം ജീവിക്കുന്ന ഒരു ജീവിയാക്കി മാറ്റാൻ സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസാന കാലത്ത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ വാക്സിനുകൾ. ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്, കോവിഡ് വാക്സിൻ അവൻ്റെ ഒരു മുദ്രയായിരുന്നു അല്ലേ. അതൊരു കെണി പോലെ വന്നു, ഇഴഞ്ഞ് കെണി പോലെ അവൻ വന്ന് നമ്മളെ വലിഞ്ഞു മുറുക്കി. പക്ഷേ അത് നമ്മളാരും അറിഞ്ഞില്ല എന്നതാണ് സത്യം. കൊറോണ വാക്സിൻ അവൻ്റെ മുദ്രയല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ കുറച്ച് ഉദാഹരണം ബൈബിളിലെ എടുത്ത് ഞാൻ പറയാം. ലൂക്ക 21:34 എന്താ പറയുന്നേ? ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരും. അങ്ങനെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സർവ്വഭൂതലത്തിലും വസിക്കുന്ന ഏവർക്കും വരും. മനസ്സിലായോ ആ കെണി? ഇനി ആ കെണിയായിരുന്നു കോവിഡ് വാക്സിൻ എന്നത്. വീണ്ടും വെളിപാടിൽ പറയുന്നു, വെളിപാട് 18:23 പറയുന്നു, നിന്റെ ക്ഷുദ്രത്താൽ സകല ജാതികളും വശീകരിക്കപ്പെടുന്നു. ക്ഷുദ്രം, ഇത് മലയാളത്തിൻ്റെ തർജ്ജമ വന്നതാണ് ആ വാക്ക്. ഗ്രീക്കിൽ ശരിക്കും ഫാർമക്യ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആദ്യം ബൈബിള് ഗ്രീക്കിൽ ഹീബ്രുവിലൊക്കെ ആയിരുന്നല്ലേ. അപ്പോൾ ഫാർമക്യ എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ്? സകല ജാതികളും മെഡിസിനാൽ വശീകരിക്കപ്പെടുന്നു, മരുന്നിനാൽ വശീകരിക്കപ്പെടുന്നു. അപ്പോൾ ഇവിടെയും സർവ്വജാതിയിലും വരും എന്നവിടെ എടുത്തു പറയുന്നുണ്ടല്ലേ. ഇനി ഈ വാക്സിൻ, കൊറോണ വാക്സിനെ കുറിച്ച് കൂടുതൽ വ്യക്തത നമുക്ക് വെളിപാട് 13-ാമത്തെ അധ്യായത്തിൽ 16 മുതൽ 18 വരെ വായിക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാകും. അതായത് ഞാൻ ഇനി പറയുന്ന ഈ വാചകം നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് പറയാൻ പോവാണ്, നമ്മൾ വായിക്കാൻ പോവാ. ചെറിയവരും വലിയവരും, സമ്പന്നരും ദരിദ്രരും, സ്വതന്ത്രരും ദാസരും എന്ന് വേണ്ട എല്ലാവർക്കും വലം കൈയിലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ കഴിയാതെ വരുന്നു. അവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. ബുദ്ധിയുള്ളവൻ മൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെ, അത് ഒരു മനുഷ്യൻ്റെ സംഖ്യയത്രേ. അതിൻ്റെ സംഖ്യ അക്ഷരത്തില് 666. കേട്ടോ, ഇതാണ് ആ ഒരു വാക്യം തിരുവചനത്തിൻ്റെ. മനസ്സിലായോ? ഇത് വായിച്ച് ഓരോന്നെടുത്ത് നോക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ അക്ഷരത്തിലുള്ള 666 വരുന്നതെല്ലാം നമ്മൾ സൂക്ഷിക്കണം അല്ലേ. ഞാൻ മുൻപ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ആരുടെ പേരാണ് അങ്ങനെ, അതൊക്കെ ഞാൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മുൻപ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായവരും ഉണ്ടാവും. അല്ലാഹ് എന്ന പേര് ഗ്രീക്കിലും അതൊക്കെ മുൻപത്തെ വിഷയമാണ്, അത് ഞാൻ പറയുന്നില്ല. ഇപ്പോഴത്തെ 666. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ പറയുന്നത്. അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ രണ്ട് ഇതിലും പറയുന്ന പൊതുവായിട്ടുള്ള സകലരിലും വരുന്ന 666 ആവർത്തിച്ച് വരുന്നത്. അപ്പം ഈ എല്ലാത്തിലും നിഴലും പൊരുളുമായി കിടക്കുന്ന വചനങ്ങൾ പലയിടത്തുമാണ് ബൈബിളിൽ കിടക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, അതൊക്കെ ഒന്നിച്ച് ചേർത്ത് വായിച്ചാൽ, ഇപ്പോൾ ഈ വാക്സിനെ പറ്റി തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ വാക്യങ്ങളൊക്കെ ലൂക്ക, വെളിപാട് 2 സ്ഥലത്തൊക്കെ പലതരത്തിൽ പല സ്ഥലത്തും കിടക്കുന്നതാണെങ്കിൽ അത് ഒന്നിച്ചെടുത്ത് വായിച്ചാൽ അർത്ഥമൊക്കെ ഒന്ന് തന്നെ ആയിരിക്കാം. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം? ഒരു മെഡിസിൻ അല്ലേ, അതായിരിക്കും സാത്താൻ്റെ മുദ്ര.
ഇനി അത് സകലരിലും വരുന്നു. ആവർത്തിച്ച് എല്ലാവരുടെയും പറയുന്നതാണ്, സകലരിലും വരുന്നു. വലിയവരെന്നോ ചെറിയവനെന്നോ ഒന്നുമില്ല, സകലരിലും വരുന്നു. ആ മെഡിസിനിൽ എന്തുണ്ട്? 666 ഉണ്ട്. സാത്താൻ്റെ ആ നമ്പർ കാണും. ഇനി അതിൻ്റെ പ്രതിഫലനം എവിടെ കാണുന്നത്? നെറ്റിയിലും വലതു കൈയിലും എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൈയിലും നെറ്റിയിലുമാണ് അതിൻ്റെ പ്രതിഫലനം കാണുക. പിന്നെ എന്താണ്? ആ മുദ്ര എടുക്കാത്തവർക്ക് വാങ്ങാനും വിൽക്കാനും കഴിയുകയില്ല. മനസ്സിലായി? അപ്പം ഇതൊക്കെ ചേർന്ന് വരുന്ന എന്ത്? കൊറോണ വാക്സിനിലായിരുന്നു. ഇനി അപ്പം നിങ്ങൾക്ക് 666 എങ്ങനെ വന്നെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിലടങ്ങിയിരിക്കുന്നത് 6 പ്രോട്ടോണും 6 ന്യൂട്രോണും 6 ഇലക്ട്രോണും അടങ്ങിയ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആയിരുന്നു. അയൺ പാർട്ടിക്കിൾസ് ആണ് പിന്നീട് നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കുറേ പേരെയൊക്കെ മരിച്ചതും ഒക്കെ കൊന്നതൊക്കെ അല്ലേ. അപ്പോൾ 666 ആയിരുന്നു കൊറോണ വാക്സിൻ, ഉറപ്പാണ്. പിന്നെ നമുക്ക് ആ വാക്സിൻ എടുത്തില്ലെങ്കിലും വാങ്ങാനും വിൽക്കാനും എന്നല്ല, ഒരു ദേശത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുവാനോ മൂവ് ചെയ്യാൻ പോലും കഴിയില്ല. ഫുഡിന് പോലും നമുക്ക് ഒരു കടയിലോ കയറിയാൽ നമ്മുടെ നെറ്റിയോ കാണിക്കേണ്ട അവസ്ഥയാണ് അല്ലേ, സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യോ. അന്ന് തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ, നമുക്ക് കൊറോണ വാക്സിൻ വന്നപ്പോൾ പെട്ടെന്ന് തന്നെ ആ കൊറോണ വന്ന ഉടനെ തന്നെ കുറേ യന്ത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു അല്ലേ, ടെമ്പറേച്ചർ നോക്കാനായിട്ട് നെറ്റിയിലും കയ്യിലൊക്കെ. അപ്പം അതിന് മുമ്പേ ആ യന്ത്രങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. അതിന് മുമ്പേ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചിന്തിക്കുക. ആ വാക്സിനൊക്കെ മുൻപേ 1800-കളിലൊക്കെ കണ്ടുപിടിച്ച സാധനങ്ങളായിരുന്നു. എന്നിട്ട് അതൊക്കെ വെച്ചിട്ട് കൊറോണ ഉണ്ടാക്കി പിന്നീട് ആ വാക്സിൻ നമ്മളിലേക്ക് തന്ന ഒരുപാട് കളിയൊക്കെ കളിച്ചു. ഞാൻ ഇതിന് മുമ്പൊക്കെ ഇതിനെപ്പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സാത്താൻ ദൈവത്തിൻ്റെ ആലയമായ നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാനായിട്ട് നോക്കുന്ന ഒരു രീതി മാത്രമാണ് ഈ കൊറോണ വാക്സിൻ എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വഴികളിലൂടെ അവൻ ഇഴഞ്ഞു വരും. മഴക്കോള് പോലെ എന്നാ പറയുന്നത്. എസെക്കിയേൽ 38:9 സാത്താനെ പറ്റി പറയുമ്പോൾ അവൻ മഴക്കോള് പോലെ കയറി വരുന്നു എന്നാ പറയുന്നത്. അതുപോലെ സാത്താൻ്റെ ദിക്ക് വടക്ക് ദിക്കിൽ നിന്ന് അവൻ വരുന്നു എന്ന് പറയും. സാത്താൻ്റെ ദിക്ക് വടക്കാണെന്ന്. അത് എസെക്കിയേൽ 38:16 എഴുതിയിട്ടുണ്ട്. നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ മേഘം പോലെ നീ കയറി വന്ന് എൻ്റെ ഇസ്രായേൽ ജനത്തെ മറയ്ക്കാനായിട്ട് നീ കയറി വരും. മാഗോഗ് യുദ്ധത്തിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ സാത്താൻ വരുന്ന വഴി വടക്ക് ഇഴഞ്ഞു വരുന്നു. എന്ത്? മഴക്കോള് പോലെ. അപ്പം അവനൊക്കെ അങ്ങനെ ഇഴഞ്ഞ് പതുക്കെ കയറി വരുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മൾ ലോകത്തിൻ്റെ പോക്ക് പോലും നമുക്ക് മനസ്സിലാക്കാനോ അതിന് ശ്രദ്ധിക്കാനോ ഉള്ള സമയമില്ല. നമ്മൾ ഇങ്ങനെ റീൽസ്, നമ്മളുടെ എന്താ പറയുക, ജീവിതത്തിൻ്റെ സൗകര്യങ്ങളും സുഖങ്ങളും മക്കളെ ഒക്കെ ഉത്കണ്ഠയും ജോലിയും ഭാരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോവുക. ലോകം അവസാനിക്കുന്നോ ആത്മാവുണ്ടെന്നൊക്കെ ആരൊക്കെ വിളിച്ച് പറഞ്ഞു അതൊന്നും ശ്രദ്ധിക്കാൻ പോലും നമുക്ക് നേരമില്ല. നമ്മളൊക്കെ ആത്മീയതയുടെ എന്താ പറയുക, ആത്മീയതയുടെ അഭിനയത്തിൻ്റെ മറവിൽ കളിക്കുന്നവരാണ് എല്ലാവരും അല്ലേ. അപ്പോൾ ഈ വാക്സിൻ ഒന്നുമല്ലാതെ ആത്മീയതയുടെ മറവിൽ ശരീരത്തെ പീഡിപ്പിക്കുന്ന വേറൊരു തരം സൈക്കോ വേർഷൻ ഉണ്ട്. അതെന്താണെന്നറിയോ? അപ്പോൾ ഇത് ഇങ്ങനെയുള്ളൊരു വെർഷൻ. അത് കൂടാണ്ട് പല ക്രിസ്ത്യാനികളിലും ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു സൈക്കോ വേർഷൻ കാണപ്പെടും. എന്താണ്? അതായത് സ്വന്തം ശരീരത്തെ പീഡിപ്പിക്കുന്ന വേറെ വഴികൾ. ഞാനിങ്ങനെ ശരീരത്തിനെയൊക്കെ പീഡിപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, ദൈവം സന്തോഷിക്കും എന്ന് വിചാരിക്കുന്നു. ഉദാഹരണമായിട്ട് മദർ തെരേസയെ പോലുള്ളവർ അല്ലേ, ആ ഒരു മൈൻഡോട് കൂടിയിട്ടുള്ളത്. എന്താണ്? കർത്താവ് ദരിദ്രനായിട്ടാണ് ജീവിച്ചത്, അതിനാൽ നമ്മളും ദരിദ്രാവസ്ഥയിൽ സ്വയം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു തരം സൈക്കോ വേർഷനിൽ ജീവിക്കുന്ന ക്രിസ്ത്യാനികളാണ് ഇന്ന് ഉണ്ടെന്നല്ല, അങ്ങനെ കുറേ പേരുണ്ട്. മദർ തെരേസയെ പറ്റി പറയുമ്പോൾ തന്നെ പറയാം. മദർ തെരേസയെ പറ്റി ഞാൻ മുൻപ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഒരുപാട് കോളുകളൊക്കെ ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത വീഡിയോ അല്ല, പലതിൽ നിന്നും കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. അതായത് മദർ തെരേസയുടെ നിലപാടനുസരിച്ച് ദാരിദ്ര്യത്തിൽ ജനിക്കുന്നവൻ ദാരിദ്ര്യത്തിൽ തുടരണം, അതാണ് ദൈവഹിതം എന്ന് വിശ്വസിക്കുന്ന സ്ത്രീയായിരുന്നു അവർ. നാം വിശുദ്ധരെന്ന് അവരെ മുദ്ര കുത്തുമ്പോൾ അതിൻ്റെ പിറകില് അവർ സമ്പാദിച്ചിരുന്നത് കോടികളായിരുന്നു. അവർക്ക് ലോകരാജ്യങ്ങളിൽ നിന്ന് ദാനം കിട്ടിയത് 250 കോടിയായിരുന്നു. മനസ്സിലായോ? ആ 250 കോടി ഉപയോഗിച്ചിരുന്നെങ്കിൽ കൽക്കത്ത എന്നേ രക്ഷപ്പെടുമായിരുന്നു. തെരുവുകളിലെ ദാരിദ്ര്യം എന്നേ മാറുമായിരുന്നു ഇല്ലേ? പക്ഷേ ആ ദാരിദ്ര്യം അങ്ങനെ തന്നെ നിലനിന്നു. കാരണം എന്താ?
എല്ലാ പൈസയും പോയിരുന്നത് റോമിലെ ഒരു വെസ്റ്റേൺ ബാങ്കിലേക്കായിരുന്നു. മാർപ്പാപ്പയുടെ അറിവോടെ ഈ പണം ലോകത്തിലെ പല പള്ളികൾ സ്ഥാപിക്കാനും സഭയുടെ വളർച്ചയ്ക്കും ഉപകരിച്ചു. അതേസമയം കൽക്കത്തയിലെ തെരുവിലെ കുഞ്ഞുങ്ങൾക്ക് എന്നും ദാരിദ്ര്യവും രോഗവും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കിതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാലോ അന്വേഷിച്ചാലോ കണ്ടുപിടിക്കാന്നാണ്. അവർക്ക് എന്നും പട്ടിണി മാത്രമാണ് ഉണ്ടായിരുന്നത്. പലപ്പോഴും ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട് ഈ വയ്യാത്ത കുഞ്ഞുങ്ങളെയും മാനസിക രോഗികളെയൊക്കെ കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നു. ഒരുപാട് ദിവസങ്ങളോളം കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നു. പകർച്ചവ്യാധികൾ ചികിത്സിക്കാതെ അതൊക്കെ ഇങ്ങനെ പരക്കാനായിട്ട് അനുവദിച്ചിരുന്നു ആ മദർ തെരേസ. പിന്നെ ഓരോ സിറിഞ്ചിൽ തന്നെയായിരുന്നു കുത്തിവയ്പ്പൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് HIV ഒക്കെ അവിടെ ഒരുപാട് വ്യാപിക്കാനൊക്കെ കാരണമായി. തിളപ്പിക്കാനൊന്നും സമ്മതിച്ചിരുന്നില്ല. പ്രോപ്പറായിട്ട് കെയർ കൊടുക്കാതെ HIV പോലെ മാരക മാരക രോഗങ്ങളൊക്കെ വ്യാപിച്ച ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു അന്ന് മദർ തെരേസയുടെ ആ സമയത്തൊക്കെ. ഇതെല്ലാം പുറത്തു വന്നത് നമുക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ ഡൊണാൾഡോ മാർക്കിൻഡൻ, ആ ഒരു ഡോക്ടറിലൂടെയാണ്. ഇതിനെപ്പറ്റി 1994 ജെന്നി മോഹൻ ഒരു ഡോക്യുമെൻ്ററി ഒക്കെ ഉണ്ടാക്കിയപ്പോഴാണ് ലോകം ഇതെല്ലാം അറിഞ്ഞത്. ആ ഡോക്യുമെൻ്ററി ഒക്കെ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. നമ്മൾക്കും കൂടുതൽ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കാം. അപ്പോൾ 250 കോടിയിൽ വെറും 7 കോടി മാത്രമായിരുന്നു മദർ തെരേസ ഈ രോഗികൾ ശുശ്രൂഷിക്കാനായിട്ട് ചെലവാക്കിയിരുന്നത്. പിന്നെ ശുശ്രൂഷിക്കാനായിട്ട് നിർത്തിയിരുന്ന എല്ലാവരും തന്നെ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരായിരുന്നില്ല. ഒരു ഡോക്ടറായിരുന്നു അവിടെ ആകെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെയുള്ള സ്ത്രീകളെല്ലാം ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തവരായിരുന്നു. കൊടും തണുപ്പിൽ അവർക്ക് കുളിക്കാനായിട്ട് തണുത്ത വെള്ളം കൊടുക്കും. അതുപോലെ അവർ നോക്കാൻ നിൽക്കുന്ന സിസ്റ്റേഴ്സ് ആയാലും അവരുടെ സഹോദരിമാരെയൊക്കെ അന്വേഷിച്ചാൽ അറിയാം, കൊടിയ ദാരിദ്ര്യം, വസ്ത്രത്തിനായാലും ഭക്ഷണത്തിനായാലും ഒന്നും ഇല്ലാത്ത അവസ്ഥ, ഉണ്ടായാലും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ. യേശുവാക്ക് വേണ്ടി ദാരിദ്ര്യത്തിൽ കഴിയണം എന്നൊരു കോൺസെപ്റ്റ്. അപ്പം ഇതൊന്നും പുറത്ത് വരാതിരിക്കാനായിട്ട് മദർ തെരേസയ്ക്ക് ലോകത്തെമ്പാടും സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. പാവങ്ങളെ സഹായിക്കാൻ ഓടി നടക്കുന്നു എന്ന വ്യാജേന ലോകത്ത് മുഴുവൻ പണമുണ്ടാക്കാനായിരുന്നു ആ സ്ത്രീ ഓടി നടന്നിരുന്നത്, പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. ഞാനിതൊക്കെ പറയുമ്പോൾ അന്ന് ഇതുപോലെ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. വിശ്വസിക്കാത്തവരുണ്ടാകാം, വിശ്വസിക്കുന്നവരുണ്ടാകാം. പക്ഷേ മദർ തെരേസ തൻ്റെ സഹപ്രവർത്തകയായ നിർമ്മലയോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്ത്? ഗോഡ് നോസ് ഹീ ഈസ് അവർ ബാങ്കർ എന്ന്. അതായത് ദൈവത്തിനറിയാം അവനാണ് ഞങ്ങളുടെ ബാങ്കർ എന്ന്, അല്ലേ? അപ്പോൾ ഇതൊരു ഇതൊക്കെ ഒരു തരം ശരീരത്തെ പീഡിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള സൈക്കോ വെർഷൻ. ഞാൻ ഇതെല്ലാം ഇന്നത്തെ വിഷയം പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അതും ഒരു സൈക്കോ വെർഷനാണ്. ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നുള്ള ഒരു അബദ്ധ ധാരണ. അപ്പോൾ ഇതുപോലുള്ള 100 അഭിനയങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റുള്ളവരുടെ മുൻപിൽ താൻ ആത്മീയനാണെന്ന് കാണിക്കാൻ ശരീരത്തിൽ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ, അല്ലേ? ക്രിസ്ത്യൻ സഭയിലാണെങ്കിൽ ഇപ്പോൾ നേരത്തെ ഈ മദർ തെരേസനെയാണ് എല്ലാവരും പിടിച്ച് വിശുദ്ധ എന്ന് മുദ്രകുത്തിയത്. മനുഷ്യർ ഇതുപോലെ മുദ്രകുത്തുന്ന പല വിശുദ്ധരും ദൈവത്തിന് മുമ്പിൽ വിശുദ്ധരല്ല കേട്ടോ. അതൊക്കെ ബൈബിളിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതല്ല ഇന്നത്തെ വിഷയം. ഞാൻ പറയുന്നത് ക്രിസ്ത്യൻ സഭയിൽ ഇതുപോലെ പല വിശുദ്ധന്മാരുണ്ട്. നിങ്ങൾക്ക് പലരെയും കാണാം. മറ്റുള്ളവരുടെ രോഗങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങുന്ന വിശുദ്ധകൾ, അതുപോലെ സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരല്ലേ? അപ്പം എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? നമ്മുടെ ശരീരം പീഡിപ്പിച്ചാൽ ദൈവത്തിന് സന്തോഷമുണ്ടാകുമെന്നാണോ അതിൻ്റെ അർത്ഥം? സന്തോഷമാണോ ദൈവത്തിനുണ്ടാവുക? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മുടെ ശരീരത്തെ പീഡിപ്പിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സന്തോഷമാണോ ഉണ്ടാവുക? അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമ്മുടെ ശരീരത്തിൻ്റെ കുറേ വേദനകളൊക്കെ ഏൽപ്പിച്ച് അങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് ദൈവത്തിന് എന്താണ് ഗുണം? ദൈവത്തിന് എൻ്റെ മോള് എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നു, അപ്പോൾ ദൈവത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? കൂടുതൽ ദുഃഖമല്ലേ ഉണ്ടാവുക? നിങ്ങൾ ചിന്തിക്കേ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ആത്മീയതയിലേക്കുള്ള ഒരു സൈക്കോ അഭിനയം എന്നല്ലേ. അപ്പം ഇങ്ങനെയൊക്കെ വിശുദ്ധന്മാരുടെ പേരിൽ ഇതൊക്കെ ഇങ്ങനെ കാണിക്കാനും ഇത് ക്രിസ്ത്യാനികൾ പിന്തുടരാനൊക്കെ എന്താ കാരണം? സഭ പഠിപ്പിക്കുന്നത് അങ്ങനെയാ. ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്നത്. അത് നിന്റെ സഹോദരനോടാണെന്നൊരു 100 വട്ടം പറഞ്ഞാലും ക്രിസ്ത്യാനിക്ക് വിശ്വാസമില്ല. സാത്താൻ വന്ന് അവനെ അടിക്കാൻ ശ്രമിച്ചാൽ അവൻ മറുകരണം കാണിച്ചു കൊടുക്കും. സാത്താനോടും
ക്ഷമിക്കും, അവന് വേണ്ടിയും പ്രാർത്ഥിക്കും എന്നതാണ് സത്യം. അവരോടൊക്കെ പറയും, കണ്ടാ നമ്മുടെ യേശുവ ക്രൂശിൽ സഹിച്ചില്ലേ, ദൈവത്തിന് വേണ്ടി സഹിച്ചില്ലേ, അതിൽ നമ്മൾ ആ ക്രൂശ് മരണം എന്തായിരുന്നു പലവട്ടം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു? അത് ദൈവത്തിൻ്റെ പ്ലാൻ നടപ്പിലാക്കി ആ ക്രൂശ് മരണത്തിൽ അവിടെ ഉണ്ടായത് എന്തായിരുന്നു? സന്തോഷമായിരുന്നു. സ്വർഗം മുഴുവൻ ജയഘോഷം മുഴക്കുന്ന ആയിരുന്നു ആ സന്ദർഭത്തിലല്ലേ. സാത്താൻ്റെ മുഖത്തടിക്കുക ചെയ്തത്. ആ എന്താ പറയുക, അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്, ഇൻ്റർമീനിങ് എന്താണെന്നൊക്കെ ഞാൻ പലവട്ടം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം മുന്നിലേക്ക് വെച്ച് നിരത്തിയിട്ടാണ് ഈ സഭ നിങ്ങൾ ശരീരത്തിലെ പീഡിപ്പിച്ചുകൊണ്ട് ദൈവത്തെ സന്തോഷിപ്പിക്കുവിൻ എന്ന് പഠിപ്പിക്കുന്നത്. നിങ്ങളോട് ദ്രോഹം ചെയ്യുന്നതിന് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ക്ഷമിച്ച് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നൊക്കെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അപ്പം നിങ്ങളോട് ദ്രോഹം ചെയ്ത ഒരുത്തനെ ദൈവം ശിക്ഷിക്കാനിരിക്കുന്ന ആ സമയത്താണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. എന്ത്? അവനോട്, ആ ദുഷ്ടനോട് ക്ഷമിക്കണേ എന്നല്ലേ. അപ്പോൾ നിനക്ക് വേണ്ടി പ്രതികാരം ചെയ്യാനിരിക്കുന്ന ദൈവം ആരായി? ശശിയായില്ലേ? നീ ചിന്തിച്ചു നോക്കി. കർത്താവ് ക്രൂശിൽ കിടന്ന് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞല്ലോ എന്ന് നിങ്ങൾ പറയൂല്ലേ. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം നിങ്ങൾ. മനസ്സിലായോ? യഹൂദരെ പറ്റി, തൻ്റെ സഹോദരരെ പറ്റിയാണ് യേശുവ പറഞ്ഞത്. അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് അറിയില്ല. അത് ദൈവത്തിൻ്റെ പ്ലാൻ ആയിരുന്നു. ദൈവം യഹൂദരെ ഉപയോഗിച്ച് ചെയ്ത സാത്താനിൽ നിന്നും ആധിപത്യം വാങ്ങിച്ചെടുക്കാനും അവനെ തോൽപ്പിക്കാനും ചെയ്ത ഒരു പ്ലാൻ ആയിരുന്നു അതല്ലേ. അതുകൊണ്ടാണ് യേശുവ പറഞ്ഞത്, തൻ്റെ മക്കൾക്ക് ഇത് അറിയില്ല അപ്പാ, സഹോദരർക്ക് ഇത് അറിയില്ല, അവരോട് ക്ഷമിക്കിടുന്ന. പക്ഷേ അത് വളച്ചൊടിച്ച് ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന സഭ. സഹോദരനോട് ക്ഷമിച്ചാൽ അവന് പശ്ചാത്താപം ഉണ്ടാകും അല്ലേ, ബൈബിളിൽ പറയുന്നുണ്ടല്ലേ. അവൻ്റെ തലയിൽ തീക്കടൽ കൂട്ടിയിടുന്നു. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സാത്താനോട് ക്ഷമിച്ചാൽ എന്താ ഉണ്ടാകുക? അവൻ നിന്റെ തലയും കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു വന്നത്, ആത്മാവിനുള്ള പ്രാധാന്യം പോലെ തന്നെ ശരീരത്തിനുമുണ്ട്. അത് വൃത്തിയായി പാപം ചെയ്യിക്കാതെ കാത്തു സൂക്ഷിച്ച് നടക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കാരണം നമ്മുടെ വിലപ്പെട്ട ആത്മാവ് ഇരിക്കുന്നത് നമ്മുടെ ഈ ശരീരത്തിലാണ്. നിത്യതയിൽ നമുക്ക് വേറെ ശരീരം ലഭിക്കും അല്ലേ, നമ്മളത് കണ്ടിട്ടുള്ളതാണ് ബൈബിളിൽ മുൻപ്. അപ്പോൾ വേറെ ശരീരം കിട്ടുമെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ഈ ശരീരം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് സഹോദരരെ. ദൈവത്തിൻ്റെ 10 കൽപ്പനയും അനുസരിക്കാൻ നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ഈ ശരീരമാണ്. അതിനാൽ ഒരു സ്ത്രീ ജീൻസ് ഇട്ട് നടന്നു എന്നതുകൊണ്ടോ, ലിപ്സ്റ്റിക് ഇട്ട് നടന്നു എന്നതുകൊണ്ടോ, അല്ലെങ്കിൽ ആഭരണങ്ങൾ ധരിച്ചു, ഫാഷനിലുള്ള കമ്മലിട്ടു, മുടി മുറിച്ചു എന്നതുകൊണ്ടൊന്നും അവരുടെ ആത്മീയതയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ശരീരത്തിലുള്ള ആത്മീയത അത് വെറും അഭിനയമാണ്. ആത്മീയതയ്ക്ക് ശരീരത്തിൽ അഭിനയിച്ച് കാണിക്കുന്നതാണ് അതൊക്കെ. അല്ലാണ്ട് ശരീരത്തിൽ നമ്മൾ ചെയ്യുന്നത് ആത്മീയത നശിപ്പിക്കുന്ന ഒരു സംഭവമല്ല. നമുക്ക് ശരീരത്തിലുള്ള ആത്മീയ പ്രദർശനം വേണ്ട സഹോദരരെ. മറ്റുള്ളവർ എന്ത് ധരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനൊരു ആലോചനയെ നിങ്ങൾക്ക് പോവരുത്. എന്നെ പറ്റി മറ്റുള്ളവർ, ഞാനിത് ധരിച്ചാൽ, ഞാൻ ഇങ്ങനെയൊക്കെ നടന്നാൽ എന്ത് ചിന്തിക്കുമെന്ന ആലോചന നമുക്ക് വേണ്ട. നമ്മെ പരിശോധിക്കുന്നത് നമ്മുടെ ആബയാണ്, നമ്മുടെ അപ്പനാണ്, നമ്മുടെ ദൈവമാണ്. നോ പറയേണ്ടടുത്ത് നോ പറയുവാനും യെസ് പറയേണ്ടടുത്ത് യെസ് പറയുവാനും നമ്മൾ പഠിക്കണം. കാരണം നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മാവ്, നമ്മുടെ ശരീരം അത് നമുക്ക് മാത്രമുള്ളതാണ്. അതിനെ പങ്കുവെക്കാൻ അത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് മറ്റുള്ളവർക്ക് പണയം വയ്ക്കാനുള്ളതല്ല. നമ്മുടെ ശരീരത്തിൽ കാണിക്കുന്ന അഭിനയമൊന്നും ദൈവത്തിൻ്റെ അടുത്ത് വില പോകില്ല. മനസ്സിലായോ? നമ്മളുടെ ഈ ശരീരവും ആത്മാവും ജീവിതവും നമ്മുടെ ഭർത്താവിനുള്ളതോ മക്കൾക്കുള്ളതോ എന്ന് വേണ്ട, അമ്മയ്ക്കോ അപ്പനോ ഈ ലോക ബന്ധങ്ങൾക്കുള്ളതൊന്നല്ല. അത് നമുക്ക് തന്നെയുള്ളതാണ്. നമ്മളാണ് ആ ജീവിതം എന്താ പറയുക ഫുള്ള് ജീവിച്ച് തീർക്കേണ്ടത് ദൈവത്തിന് വേണ്ടി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലേ, മരണസമയത്ത് നാമം ദൈവവും മാത്രമുള്ളൂ, ആത്മാവ് അല്ലേ. അപ്പോൾ നമ്മളെ ചിന്തിക്കണം, നമ്മളെങ്ങനെ ജീവിക്കണം എന്ന്. അപ്പം ഞാൻ നിർത്താം. ഞാൻ ഇന്നത്തെ പറഞ്ഞ വിഷയം എന്നത് നിങ്ങൾ ഓർത്തു വെച്ചോ. ആത്മാവിനാണ് പ്രാധാന്യം, എന്നാലും ശരീരത്തെ പീഡിപ്പിക്കാതെ കാത്തു സൂക്ഷിക്കണം. മനസ്സിലായോ? ശരീരത്തിനും വാല്യൂ ഉണ്ട്. പിന്നെ ഇന്ദ്രിയ ജയം ഇല്ലേ, ഞാൻ മുൻപ് പറയാറുണ്ട്, ആത്മീയ നിയന്ത്രണം അല്ലേ. അപ്പം അതൊക്കെ നമുക്ക് ശരീരത്തിൽ പ്രാക്ടീസ് ചെയ്യാം.
നമ്മുടെ കീ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ ദേഷ്യപ്പെടണം എന്ന് മറ്റുള്ളവൻ നിശ്ചയിക്കേണ്ട ആവശ്യമില്ല. അവൻ നിങ്ങളെ ദേഷ്യപ്പെടുത്താം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങളുടെ ആത്മനിയന്ത്രണത്തിൻ്റെ കീ അവൻ്റെ കയ്യിൽ കൊടുത്തേക്കാണ് എന്നാണല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ ഇന്ദ്രിയ ജയം, ഇനി നോമ്പെടുക്കാം, അത് നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം പല കാര്യങ്ങളും. അങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ടി ചെയ്യാം എന്നല്ലാതെ നമ്മളുടെ ശരീരത്തിനെ പീഡിപ്പിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും നിങ്ങളിൽ നിന്ന് വരരുത്. അത് തെറ്റാണ്. നമ്മൾ ശരീരത്തെ പീഡിപ്പിച്ചാൽ വിഷമിക്കുന്നതും എന്താ പറയുക, ദൈവമാണ് സങ്കടപ്പെടുന്നത്. അത് മാത്രമല്ല, ദൈവം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ആത്മാവിരിക്കുന്ന ശരീരം നശിപ്പിച്ചാൽ നിങ്ങളെയും ഞാൻ നശിപ്പിക്കുമെന്ന്. അതുകൊണ്ട് നാം എന്ത് ചെയ്താലും ഓർക്കണം, അതുകൊണ്ട് നമ്മുടെ ആത്മാവിന് ശരീരത്തിനും ഗുണം വരണം, അല്ലാതെ ആ പ്രവൃത്തി ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ ശരീരം എന്തിനുള്ളതാ? ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ നിർത്താണ്. ഞാൻ ഇന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ഉള്ളടക്കം നിങ്ങൾക്ക് മനസ്സിലായി കാണും. എപ്പോഴും ഞാൻ ആത്മാവിനെ ശ്രദ്ധിക്കുക. ആത്മാവിന് വാല്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ ശരീരത്തിന് വാല്യൂ നിങ്ങൾ കുറച്ച് പോകരുത്. അപ്പോൾ ശരീരം കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാലോ, ആത്മാവിനെ നോക്കിയാൽ മതിയില്ലേ എന്നും നിങ്ങൾ ചിന്തിക്കരുത്. ആത്മാവ് ഉള്ളിടത്തോളം കാലം, ആ ഒരു വാചകത്തിന് പ്രാധാന്യമുണ്ട് കേട്ടോ. ആത്മാവ് ഉള്ളിടത്തോളം കാലം ശരീരത്തിന് വാല്യൂ ഉണ്ട്. അത് കാത്തു സൂക്ഷിച്ച് വൃത്തിയോടുകൂടി കൊണ്ട് ദൈവത്തിന് വേണ്ടി നടക്കുക, ദൈവത്തിന് യുദ്ധം ചെയ്യാൻ അതുകൊണ്ട് ഉപകരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. അപ്പം ഞാൻ നിർത്താണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്ന ഹീബ്രു വേർഡ് നമ്മൾ എലോഹെനു എന്ന് നമ്മൾ പറയൂല്ലേ, ബ്രാഹേൽ. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് ELOHENU. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം. അവർ ലോഡ്, ഗോഡ് എന്നാണ് ഏലോ. പക്ഷെ ഗോഡ് എന്ന് നമ്മൾ എവിടെയും പറയാൻ പാടില്ല. ഗോഡ് എന്നത് ഉത്ഭവിച്ചിരിക്കുന്നത് ഗോദ് എന്ന ഒരു വ്യാജ ദൈവത്തിൽ നിന്നാണ്. ഒരു എന്താ പറയുക, ഒരു ഗോദ് എന്ന് പറഞ്ഞിട്ടുള്ള പണ്ട് ഒരു ദൈവത്തിനൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഗോദ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അതിൽ നിന്ന് ഗോഡ് ഉത്ഭവിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ഗോഡ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ലോഡ് എന്നായിരിക്കണം നമ്മൾ ഉച്ചരിക്കേണ്ടത്. അപ്പോൾ എലോഹേനിൻ്റെ അർത്ഥം അവർ ലോഡ്, നമ്മുടെ ദൈവം. അപ്പോൾ ഞാൻ നിർത്താണ്. ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും തോദാ റബ, ശബാത് ശലോം, തോദാ.